ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. നമ്മളൊരു വീടിൻ്റെയോ ഷോപ്പിൻ്റെയോ ഇൻറ്റീരിയർ വർക്ക് ചെയ്യുമ്പോൾ നമ്മളൊരു പ്രതീക്ഷിക്കാത്ത ചില ഹിഡൻ കോസ്റ്റുകൾ വരുന്നതായിട്ട് അവസാനത്തെ സമയത്ത് കാണാറുണ്ട്. അതായത് നമ്മുടെ ബഡ്ജറ്റ് നമ്മൾ വിചാരിച്ചേക്കാട്ടും കൂടി പോകുന്നത് കാണാറുണ്ട്. അത് നമുക്കൊന്ന് കൺട്രോളിൽ നിർത്താനുള്ള ഒരു ചെറിയ 3 ടിപ്സ് ഒന്ന് നോക്കാം. ഒന്നാമതായിട്ട് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇലക്ട്രിക്കൽ ആൻഡ് പ്ലംബിംഗ് കാര്യങ്ങൾ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതായത് ലേബർ ചാർജ് പ്ലസ് മെറ്റീരിയൽ ഇത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യാണ് ചെയ്യേണ്ടത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പല എസ്റ്റിമേറ്റുകളിലും പലപ്പോഴും കാണുന്നതാണ് ഈ 2 കാര്യങ്ങളും അഡീഷണൽ ചാർജസ് ആയിട്ടാണ് ഇട്ടുണ്ടാവുക. നമ്മൾ പക്ഷേ ലാസ്റ്റ് ആയിരിക്കും അത് നോക്കുക. ഫൈനൽ ബില്ല് കൊടുക്കുന്ന സമയത്തായിരിക്കും നമുക്ക് ഇതിൻ്റെ ചാർജ് വേണമെന്ന് അത് കോൺട്രാക്ടറോ ഡിസൈനറോ ഒക്കെ പറയുന്നത്. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യുക. പിന്നെ രണ്ടാമതായിട്ട് നമ്മുടെ ഫോൾ സീലിംഗ് ജിപ്സം ബോർഡോ അല്ലെങ്കിൽ ഏത് മെറ്റീരിയലോ വുഡ് വെച്ചിട്ടുള്ള ഫോൾ സീലിംഗ് ഒക്കെ ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫോൾ സീലിംഗ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് അതിലത്തെ ലൈറ്റുകൾ നമുക്ക് ഫിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ ലൈറ്റിംഗ് ചെയ്യുന്നതിന് പല ടൈപ്പിലുള്ള, ഇപ്പോൾ നോർമലി ഇപ്പോൾ ഈ ബാക്കിൽ കാണുന്ന പോലത്തെ ലൈറ്റ് ഫിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലൊക്കെ നമുക്കത് ഹോൾ സീലിംഗ് കട്ട് ചെയ്തിട്ടാണ് അതിൽ ഫിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ പിന്നെ ഈ പ്രൊഫൈൽ ലൈറ്റിംഗ്, ഇപ്പോഴത്തെ ടൈപ്പ് പ്രൊഫൈൽ ലൈറ്റിംഗ് ഒക്കെ യൂസ് ചെയ്യുന്ന സ്ഥലത്തും അത് ലൈനിൽ ത്രൂ കട്ട് ചെയ്തിട്ട് വേണം ഫിറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ കേബിൾ വലിച്ചിട്ടുണ്ടാവും, പക്ഷേ ഇത് കട്ട് ചെയ്ത് തരുന്ന കോസ്റ്റ് ഈ കോൺട്രാക്ടർ വർക്കിൽ ഇൻക്ലൂഡഡ് ആണെന്നുള്ളത് നമ്മൾ ക്ലിയർ ആയിട്ട് ചെക്ക് ചെയ്യണം. പലപ്പോഴും പല സ്ഥലത്തും പറ്റുന്ന മിസ്റ്റേക്കാണ്. അപ്പോൾ അത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഓൾറെഡി മുൻ ബഡ്ജറ്റിൽ ആഡ് ചെയ്യാം. അതില്ലാന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാൻ പറയാം, അല്ലെങ്കിൽ നമ്മളത് നമ്മുടെ ബഡ്ജറ്റിൽ ഇത്ര എമൗണ്ട് വരുന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യും. പിന്നെ മൂന്നാമതായിട്ട് വരുന്ന ഒരു കാര്യം, ഇൻറ്റീരിയർ വർക്ക് ഫിനിഷ് ചെയ്ത സമയത്ത് അപ്പോൾ ഈ ഒരു വർക്ക് ചെയ്ത സൈറ്റിൽ ഇത് ഫുള്ള് പൊടി കാര്യങ്ങളൊക്കെ എന്തായാലും അവിടെ ഉണ്ടാവും. അത് ക്ലീൻ ചെയ്ത് നമുക്ക് തരേണ്ട കടമ ചെയ്യുന്ന കോൺട്രാക്ടറുടെ ആണ്. അപ്പോൾ നമ്മളത് ആ ക്ലീനിങ് ചെയ്യണം. പിന്നെ അവിടുത്തെ വേസ്റ്റ് വരുന്ന സാധനങ്ങളൊക്കെ കൊണ്ടുപോകണം. ഇത് രണ്ടും നമ്മുടെ എസ്റ്റിമേറ്റിൽ ഇൻക്ലൂഡഡ് ആണോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കും. ഇല്ലെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഈ ചെറിയ പീസുകളും കഷ്ണങ്ങളൊക്കെ ബാക്കി വരുന്നതൊക്കെ അവിടെ ഇട്ട് പോയാൽ നമ്മളതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് അഡീഷണൽ കോസ്റ്റ് ചിലവാക്കേണ്ടി വരും. ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇൻറ്റീരിയർ വർക്ക് വരുന്ന അതായത് കൂടുതലായിട്ട് വരുന്ന ബഡ്ജറ്റിന് ഓവറായിട്ട് പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ഇനിയിപ്പോൾ ഇൻറ്റീരിയർ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ചെറിയ കാര്യങ്ങളൊക്കെ അറിയാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് സേവ് ചെയ്തിടാം. അതുപോലെ തന്നെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഇപ്പോൾ നിങ്ങൾക്കൊരു ഇതുപോലെ ഇതിൻ്റെ ഒരു ചെക്ക് ലിസ്റ്റ്, ഒരു ഫ്രീ ആയിട്ടുള്ളൊരു ഹിഡൻ കോസ്റ്റിൻ്റെ ചെക്ക് ലിസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ ഹിഡൻ എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്കൊരു ഫ്രീ ആയിട്ടുള്ള ഒരു ചെക്ക് ലിസ്റ്റ് അയച്ചു തരുന്നതായിരിക്കും. പിന്നെ നിങ്ങളുടെ ആരെങ്കിലും ഇൻറ്റീരിയർ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന ഏതെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഓക്കെ, അടുത്തൊരു ഇൻറ്റീരിയർ വർക്കുമായി ബന്ധപ്പെട്ട ഒരു ടിപ്പുമായിട്ട് വീണ്ടും കാണാം. ബൈ.